സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിനും മയക്കുമരുന്ന് മാഫിയകൾക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബിനീഷ് കോടിയേരി ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ പ്രതിയായതോടുകൂടി അദ്ദേഹം കഴിഞ്ഞ 10-15 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഇടപാടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ CPMൻ്റെ ഉന്നത നേതൃത്വമടക്കമും പങ്കാളികളായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിനീഷ് കോടിയേരിയുടെ ബിനാമി ഇടപാടുകൾ CPMലെ പല ഉന്നത നേതാക്കന്മാരുടെയും അറിവോടുകൂടിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. സംസ്ഥാന ഗവൺമെൻറ്റിനെ നല്ല നിലയിൽ ദുരുപയോഗപ്പെടുത്താൻ ബിനീഷ് കോടിയേരിക്കും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള പല ഇടപാടുകളും നാം ഇതുവരെ പുറത്തറിഞ്ഞതിനേക്കാൾ വലിയ തോതിലുള്ള ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് KCAയിൽ ഉണ്ടായിരിക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിടിച്ചടക്കാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബിനീഷ് കോടിയേരിയും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ ക്രിക്കറ്റ് അസോസിയേഷനിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാവുകയും 2 ചേരിയായിട്ടുള്ള മത്സരങ്ങൾ നടക്കുകയും ചെയ്തു. ശതകോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് KCAയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിനീഷ് കോടിയേരിക്കും സംഘത്തിനും ക്രിക്കറ്റ് അസോസിയേഷൻ പിടിച്ചെടുക്കാൻ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ നീക്കങ്ങളാണ് അവിടെ നടന്നത്. UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്തും അത്തരം അഴിമതികൾ അന്വേഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. TC മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ പേരിൽ നടന്ന ശതകോടിക്കണക്കിന് രൂപയുടെ അഴിമതി, ആ അഴിമതി UDFും LDFും ഒരുമിച്ച് മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷനിൽ അനസ് വലിയ പറമ്പൻ എന്ന് പറയുന്ന ബിനീഷ് കോടിയേരിയുടെ ബിനാമി അനസ് വലിയ പറമ്പൻ ശതകോടീശ്വരനാണ്. നിരവധി മാഫിയ പ്രവർത്തനങ്ങളും കള്ളക്കടത്തും ഹവാല ഇടപാടുകളും നടത്തുന്നയാളാണ്. അത് ബിനീഷ് കോടിയേരിയുടെ ഒരു പ്രധാനപ്പെട്ട ബിനാമിയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നടക്കുന്നതെല്ലാം വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണ്. നമ്മുടെ നാട്ടിലെ വിവിധ അന്വേഷണ ഏജൻസികളോ പോലീസോ വിജിലൻസോ ഒന്നും തന്നെ ആ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാറില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് ചെലവഴിക്കുന്ന ഒരു സംഘടനയാണ്. എല്ലാവർക്കും അറിയാമല്ലോ ക്രിക്കറ്റ് അസോസിയേഷൻ. അതിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഈ ബിനാമി സംഘങ്ങൾ ബിനീഷ് കോടിയേരിയെ മുന്നിൽ നിർത്തി വലിയ നീക്കങ്ങളാണ് നടത്തിയത്. അത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. KCA ബിനീഷ് കോടിയേരിയെ ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കണം. അവരതിന് തയ്യാറാവുന്നില്ല. തയ്യാറാവാത്തതിന് കാരണം ബിനീഷ് കോടിയേരിയുമായിട്ട് ചേർന്ന് KCAയിലെ ഒരു വിഭാഗം വലിയ സാമ്പത്തിക തട്ടിപ്പുകളാണ് നടത്തിയത്. ഇത് സംബന്ധിച്ചുള്ള നിരവധി വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നടന്ന അഴിമതികളെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ക്രിക്കറ്റ് അസോസിയേഷനെ മറയാക്കി വലിയ തോതിലുള്ള ഹവാല ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും കള്ളക്കടത്തും അഴിമതിയുമെല്ലാം ഇവിടെ നടക്കുന്നതായി വ്യക്തമായ വിവരങ്ങൾ വന്നിട്ടുണ്ട്. KCA ബിനീഷ് കോടിയേരിയെ പുറത്താക്കണം, അന്വേഷണത്തെ നേരിടണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സർക്കാരിൻ്റെ തന്നെ വിഭാഗമായിട്ടുള്ള സ്പോർട്സ് കൗൺസിൽ, ആ സ്പോർട്സ് കൗൺസിൽ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത്.
സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ അവരുടെ PA സ്വർണ്ണക്കള്ളക്കടത്തിന് സ്പോർട്സ് കൗൺസിലിൻ്റെ വാഹനം ദുരുപയോഗം ചെയ്തതായും അവരുടെ PA നിരവധി തവണ സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിന്നതായും അന്വേഷണ ഏജൻസികൾക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിൻ്റെ PA CPMൻ്റെ നോമിനിയായിട്ടുള്ള ആളാണ്. കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും എല്ലാം ശുപാർശ ചെയ്ത് യുവജന കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെ ശുപാർശ പ്രകാരമാണ് അവരെ മേഴ്സിക്കുട്ടൻ്റെ PA ആക്കിയത്. നിരവധി തവണ അവരുടെ കാർ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിൻ്റെ കാർ സ്വർണ്ണക്കള്ളക്കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും അവിടുന്ന് ശിവശങ്കരൻ്റെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഈ കാർ, ഔദ്യോഗിക ചിഹ്നങ്ങളടങ്ങിയ ഈ കാർ പോവുകയും വരികയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കപ്പെട്ട ദിവസം 5-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ഈ കാർ സ്വർണവുമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളെ ആകെ സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണുള്ളത്. അതുകൊണ്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനെ കുറിച്ചും അവരുടെ PA അവർ നിരവധി പ്രാവശ്യം വിദേശത്ത് യാത്ര പോയി, യാതൊരു ആവശ്യവുമില്ലാതെ വിദേശയാത്ര നടത്തി കള്ളക്കടത്ത് സംഘവുമായിട്ട് ബന്ധപ്പെട്ടു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിൻ്റെ കാർ സ്വർണ്ണക്കള്ളക്കടത്തിന് ഉപയോഗിച്ചതായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ വന്നിരിക്കുക. വിശദമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റിൻ്റെ PA ആയി ഈ വിവാദ വനിത എങ്ങനെ വന്നു എന്നുള്ള കാര്യം CPM പാർട്ടിയും സർക്കാരും വ്യക്തമാക്കണം. നിരവധി ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, വെറുതെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ല. സ്പോർട്സ് കൗൺസിലിൻ്റെ വാഹനം സ്വർണ്ണക്കള്ളക്കടത്തിന് ഉപയോഗിച്ചു. സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റിൻ്റെ PA ചെയർപേഴ്സൻ്റെ PA ഇതിനു വേണ്ടിയിട്ട് ദുരൂഹമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി. അവരെ നിയമിച്ചത് പാർട്ടിയാണ്. ആ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്, പാർട്ടി ആവശ്യപ്പെടുകയാണ്. ചലച്ചിത്ര മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് ഈ അഴിമതി സംഘങ്ങൾ കഴിഞ്ഞ 5-6 വർഷമായി കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ, ചലച്ചിത്ര നിർമ്മാണ രംഗത്ത് പണം മുടക്കിയവരെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ സംശയാസ്പദമായ നിലയിൽ ഇതിനകം പുറത്തു വന്നിരിക്കുകയാണ്. നാം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന തരത്തിലുള്ള 50 ലക്ഷം 60 ലക്ഷം രൂപയുടെ ഒന്നും ബിനാമി ഇടപാടുകളല്ല ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയാണ് ബിനീഷ് കോടിയേരിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാനത്തിനകത്ത് നിന്നും പുറത്തു നിന്നും ഒഴുകിയെത്തിയത്. ചില ചലച്ചിത്ര നിർമ്മാതാക്കളും, ഞാൻ എല്ലാവരെയും ആക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കേണ്ട, ചില പുതിയ ചലച്ചിത്ര നിർമ്മാതാക്കളുടെ ഇടപാടുകളെ സംബന്ധിച്ചും വിശദമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും ആവശ്യമുണ്ട്. മയക്കുമരുന്ന് കച്ചവടവുമായും സ്വർണ്ണക്കള്ളക്കടത്തുമായും എല്ലാം ബന്ധപ്പെട്ട് കിട്ടിയ ലാഭം ചലച്ചിത്ര മേഖലയിലും ഉപയോഗപ്പെടുത്തിയതായിട്ടുള്ള ആക്ഷേപങ്ങൾ ശക്തമാണ്. ആ കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ കേന്ദ്ര ഏജൻസികളോട് അഭ്യർത്ഥിക്കുകയാണ്. വിശദമായിട്ടുള്ള ചില വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, മറ്റ് ഹവാല ഇടപാടുകളെല്ലാം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിവരങ്ങളെല്ലാം തള്ളിക്കളയാവുന്ന വിവരങ്ങളല്ല.
അന്വേഷിക്കണമെന്ന് ഞാൻ BJP ആവശ്യപ്പെടുകയാണ്. ഒന്ന് KCAയിൽ നടക്കുന്ന അഴിമതികളെ സംബന്ധിച്ച്, അനധികൃത ഇടപാടുകളെ സംബന്ധിച്ച്, KCA ഇത്തരം പണം ഉപയോഗിച്ച് പിടിച്ചെടുത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക അഴിമതി നടത്താൻ ഉദ്ദേശിച്ച് നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം. മറ്റൊന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റും അവരുടെ ഓഫീസും അവരുടെ വാഹനവും അവരുടെ PAയും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ നീക്കങ്ങൾ ഗൗരവതരമാണ്. അത് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. മറ്റൊന്ന് ചലച്ചിത്ര മേഖലയിലെ ഇടപാടുകൾ, ഈ സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്ന് സംഘവുമായി ബന്ധപ്പെട്ട ഇടപാടുകളും അന്വേഷിക്കപ്പെടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുക. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ചും കേന്ദ്ര പരിശ്രമ മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചെന്ന് പറയുന്നത് BJPക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നു? മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ എന്തിനാണ് പ്രധാനമന്ത്രിയെ സമീപിക്കുന്നത്? പരിശ്രമ മന്ത്രാലയം അങ്ങനെ അനുവാദം എന്താ? അല്ല, എനിക്കറിയാത്ത കാര്യമാണ്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അനുവാദം വേണോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ വാർത്തകളുണ്ടോയെന്ന് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ബിനീഷിനെതിരെ അഴിമതി ആരോപണങ്ങളും പ്രശ്നങ്ങളും നിൽക്കുമ്പോഴും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി പൂർണ്ണ പിന്തുണയാണ് സംസ്ഥാന ഘടകം നൽകിയത്. ഇത് CPM-നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു വിലയിരുത്തൽ. അത് ഉദരനിമിത്തം ബഹിർഗത വേഷമാണ് ഇപ്പോൾ ആടുന്നത്. കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നാലെണ്ണയില്ല. ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇന്ത്യയിൽ CPIM പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ വരുമാനം കൊണ്ടാണ് അവരുടെ പാർട്ടി ഓഫീസ് പോലും ഇപ്പോൾ നടത്തുന്നത്. ആദർശത്തെ പണയം വെച്ച് ആമാശയ രാഷ്ട്രീയമാണിപ്പോൾ CPM-നുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളിലും അവർ കോൺഗ്രസുമായിട്ട് കൂടി അവർ മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരുടെ പാർട്ടിയായിട്ടുള്ള DMK-യുടെ കയ്യിൽ നിന്ന് 25 കോടി രൂപയാണ് ഇവർ എണ്ണി വാങ്ങിയത്. 25 കോടി രൂപ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരുടെ ഒരു പാർട്ടിയായ DMK-യുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങി അത് ഉപയോഗിച്ച ഒരു പാർട്ടിയാണ് CPIM പാർട്ടി. ഇപ്പോൾ പിണറായിയും കോടിയേരിയും ആണ് CPM കേന്ദ്ര നേതൃത്വത്തെ തീറ്റിപ്പോറ്റുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ അഴിമതി പണം ലാവലിൻ്റെ കാലത്തും പിണറായി വിജയനെ CPM കേന്ദ്ര നേതൃത്വം സംരക്ഷിച്ചതെന്താ? ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നുള്ളതാണ് സീതാറാം യെച്ചൂരിൻ്റെയും പ്രകാശ് കാരാട്ടിൻ്റെയും ബൃന്ദ കാരാട്ടിൻ്റെയും ഒക്കെ ഇപ്പോഴത്തെ നിലപാട്. അതുകൊണ്ട് അതിൽ ഒരു അത്ഭുതവും ഞങ്ങൾ കാണുന്നില്ല. അന്വേഷണ ഏജൻസികൾക്കും ആ വിവരം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വ്യക്തമായിട്ടുള്ള വിവരമാണ്. അല്ലാതെ ഇപ്പോൾ എനിക്കിപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റിൻ്റെ PAക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വാഹനങ്ങൾ അത് കള്ളക്കടത്തിന് ഉപയോഗിക്കുന്നുവെന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഈ PA നിയമിച്ചത് ആരാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ അതാണ് ഞാൻ സംശയിക്കുന്നത്. ഞങ്ങൾ അതിൽ ഇടപെടാനുള്ള കാരണം ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി അവിടെയും ഇവിടെയും ഒക്കെ കയറിപ്പറ്റിയ ആളുകൾ ഇതിനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. നോ കമൻസ്. നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധ തിരിക്കാമെന്ന് വിചാരിക്കേണ്ട. ഇത് രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങളിവിടെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് ജനശ്രദ്ധ തിരിക്കാമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലെ നിങ്ങൾ കുറേ വാർത്തകൾ കൊടുക്കും, കുറേ ആളുകളെ. അതൊന്നുമല്ല, അടിസ്ഥാനപരമായിട്ട് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഇന്നിപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. CPM-ഉം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങളാരും ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ ഭരണമായിരുന്നു കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ കേസ് എന്നേ ചാരമായി പോയനെ. ഈ കോടിയേരി ബാലകൃഷ്ണനും മകനുമെതിരായിട്ട് വിവിധങ്ങളായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ UDF ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നതാണ്. 2 പാസ്പോർട്ടിൻ്റെ ഒരു കേസുണ്ടായിരുന്നു. പല മാധ്യമപ്രവർത്തകരും നേരത്തെ അറിഞ്ഞതാണ്. ഈ 2 പാസ്പോർട്ടിൻ്റെ കേസ്
പുറം ലോകം അറിയാതെ ഒതുക്കി കൊടുത്തത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും. ബിനീഷ് കോടിയേരിയെ എല്ലാ ഇടപാടുകളിലും, മെർക്രിസ്റ്റൻ ഇടപാടായാലും എല്ലാ കേസുകളിലും, ഈ ബിനാമി ഇടപാടുകളിലെല്ലാം കോൺഗ്രസ് പാർട്ടി ഒതുക്കി കൊടുത്തതാണ്. എന്നിട്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇരുന്ന് പറയുന്നത് BJPയും CPMും തമ്മിൽ ധാരണയാണ്. അതുകൊണ്ട് ഗൗരവതരമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാർ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ്. തിന്നുകയും ഇല്ല തീറ്റിക്കുകയും ഇല്ല എന്നുള്ള പാർട്ടിയുടെ പ്രഖ്യാപിത നയം കാരണമാണ് ഈ അഴിമതിയെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നത്. നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്ക് അസലായിട്ടുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾ കുറേ ദിവസമായിട്ട് ഈ പണി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരു തരത്തിലും മുഖവിലക്കെടുക്കാൻ ഞാൻ തയ്യാറല്ല. മാധ്യമങ്ങൾക്കെതിരെ 1-ാം തീയതി നിങ്ങളെ പാർട്ടി ഒരു സമരം വെച്ചിരിക്കുകയാണല്ലോ. എന്നിട്ട് നിങ്ങളുടെ മാധ്യമങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് വ്യക്തിഹത്യകളാണ് ആർക്കെതിരായിട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ആ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അല്ല, നിരോധനാജ്ഞ നീട്ടാൻ മാത്രമായിരിക്കില്ല. ഇനി അങ്ങോട്ട് കരിനിയമങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പിണറായി വിജയൻ്റെ വാലിന് തീ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള സംഗതികളുണ്ടാവും. എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ കൊല ചെയ്യും. 144 ഉണ്ടാവും. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വലിയ ബന്ദോബസ്താക്കാൻ പോവുകയാണെന്നാണ് കേട്ടത്. സെക്രട്ടേറിയറ്റ് ബന്ദോബസ്താക്കിയത് കൊണ്ടോ, ക്ലിഫ് ഹൗസ് അടച്ചുപൂട്ടിയത് കൊണ്ടോ, CCTV ദൃശ്യങ്ങൾ തേച്ചു മാച്ച് കളഞ്ഞത് കൊണ്ടോ, ഫയലുകൾ കത്തിച്ചത് കൊണ്ടോ ഒന്നും സത്യം പുറത്തു വരാതിരിക്കില്ല ശ്രീ പിണറായി വിജയൻ. എത്ര അടിച്ചമർത്തലുണ്ടായാലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ജനങ്ങൾ നിങ്ങളുടെ ചെയ്തികൾക്കെതിരായി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. BJP ആ കാര്യത്തിൽ ശക്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ എൻ്റെ 2 വാർത്താ സമ്മേളനങ്ങളിലും വ്യക്തമാക്കിയതാണ്. ഭൂരിപക്ഷ സമുദായത്തിലെ പാവപ്പെട്ടവർക്കും ക്രൈസ്തവ സഹോദരന്മാർക്കും ഒരു ചെറിയ ആനുകൂല്യം കിട്ടുമ്പോൾ അതിനോട് ദുഷ്ടലാക്കോടുകൂടിയാണ് മുസ്ലിം ലീഗും വിവിധ മുസ്ലിം തീവ്രവാദ സംഘടനകളും പ്രതികരിക്കുന്നത്. തികഞ്ഞ വർഗീയതയാണ് അവരുടെ ഉള്ളിൽ. പച്ചയായ വർഗീയതയാണ് കുഞ്ഞാലിക്കുട്ടി കാണിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ് ഇടതുമുന്നണിയിലെ പാർട്ടികളെയും കൂടി മുസ്ലിം സംഘടനകളെയും കൂടി വശത്താക്കിയിരിക്കുക. പിണറായി വിജയൻ്റെ വളരെ അടുത്ത ആളായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും INLും അടക്കം കുഞ്ഞാലിക്കുട്ടിയുടെ പിന്നിൽ അണിനിരന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷേ കേരളം അത് അംഗീകരിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ആ വർഗീയ നീക്കം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. വരുന്ന് എല്ലാം പുറത്തു വരില്ലേ? ലൈഫ് മിഷൻ കമ്മീഷനിൽ പിണറായി വിജയൻ പറഞ്ഞത് എന്താ? ലൈഫ് മിഷൻ കമ്മീഷനിൽ സർക്കാരിന് ഒരു ബന്ധവുമില്ല. കമ്മീഷനിലെ ഒരു ചെറിയ പാർട്ടാണെങ്കിലും ഒരു ഫോൺ കയ്യിലുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കയ്യിലല്ലേ? ഈ ബാക്കി ഇടപാടുകളെല്ലാം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് നടത്തിയത്. അപ്പോൾ ലൈഫ് മിഷൻ ഇടപാടിൽ സർക്കാരിനൊന്നുമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാദമാണ് പൊളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ശിവശങ്കരൻ്റെ കയ്യിലുള്ളതാണ്. ശിവശങ്കരനുള്ളതെല്ലാം ഒരു ഭാഗം മുഖ്യമന്ത്രിയിലേക്കാണ് പോയത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശിവശങ്കരനും മുഖ്യമന്ത്രിയും അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യം പാർട്ടിക്കകത്തും ജനങ്ങൾക്കും എല്ലാം അറിയാം. അതുകൊണ്ട് ശിവശങ്കരൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ആജ്ഞയാണ്, നിർദ്ദേശങ്ങളാണ് ശിവശങ്കരൻ നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സത്യം തെളിയുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രിക്ക് അറിയാമെന്നല്ല ഞാൻ പറഞ്ഞത്. കൂടുതൽ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പ്രകോപിതനാക്കുന്നില്ല. കാര്യങ്ങൾ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. അതല്ലേ കണ്ടുപിടിക്കാത്തത്? ഒരുത്തനെ തിരിച്ചയച്ചു എന്ന് പറഞ്ഞല്ലോ. എന്താ അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസർ രാജീവൻ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ?
ശിവശങ്കറിൻ്റെ കയ്യിലാണെന്ന് വിജിലൻസിന് മനസ്സിലായി. ആ ഒന്ന് മാത്രം എവിടെ പോയി എന്ന് എന്താണ് പോലീസിന് മനസ്സിലാവാത്തത്? നിങ്ങളാരും അത് അന്വേഷിക്കുന്നില്ലേ? ഒരു CBI തടഞ്ഞിരിക്കുകയല്ലേ സാർ? CBI ഇതിനല്ലേ തടഞ്ഞത്? CBI 28-ാം തീയതി വരെ എന്താ പറഞ്ഞ്, എത്രാം തീയതി വരെ പറഞ്ഞ് ഈ കേസ് തൽക്കാലം അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ് കോടതിയിൽ പോയതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ ബോധ്യമായല്ലോ. ആ ഫോൺ ആരുടെ കയ്യിലാണെന്ന് ആഭ്യന്തര വകുപ്പിന് അറിയില്ലെങ്കിൽ അവിടെയാണ് ദുരൂഹത. ഒരെണ്ണം എവിടെ പോയി? ഒരെണ്ണത്തിന് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ കടലിൽ പോയാലും അത് കാണണമല്ലോ ആരുടെ കയ്യിലായിരുന്നു എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, അത് ശരിക്കും അറിയാവുന്ന ഒരാൾ CM ആണ്. താങ്ക് യു.